ഇപ്പോൾ വരുന്നൊരു വിവരം, ഈ ഭീകരാക്രമണത്തിൽ മരിച്ചവരിൽ ഒരു മലയാളി എന്നുള്ള സംശയം കൂടി വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കുന്നില്ല. എറണാകുളം സ്വദേശിയാണ് എന്നുള്ള തരത്തിൽ ചില വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോഴും നമ്മൾ പറയുന്നു അതിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇടപ്പള്ളി സ്വദേശി, 65 വയസ്സ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അക്കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇതുവരെ ലഭ്യമായിരുന്ന വിവരം ഈ ആക്രമണത്തിൽ മലയാളികൾ മരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഒടുവിൽ വരുന്ന വിവരങ്ങളിലൊന്ന് ഒരു മലയാളി കൂടി ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള തരത്തിലാണ്. അക്കാര്യങ്ങളിൽ ഉടൻ തന്നെ ഒരു സ്ഥിരീകരണം വരും. ഇടപ്പള്ളി സ്വദേശിയാണെന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. എസ് വിജയകുമാർ, ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഇപ്പോൾ ഒരു മലയാളി കൂടി ഈ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. ബൽറാം, സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഉന്മേഷ്, ഒരു മലയാളി, ഒരു എറണാകുളം സ്വദേശി ആക്രമണത്തിൽ ഇരയായിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ, അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നോർക്ക അടക്കമുള്ള ഏജൻസികളുമായി അന്വേഷിക്കുമ്പോൾ അത്തരത്തിൽ യാതൊരു വിവരവും ഔപചാരികമായി ഇതുവരെയും അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ സാധാരണ നിലവിൽ ഇപ്പോൾ സ്ഥിരീകരിച്ച ഈ മരണങ്ങൾ അടക്കമുള്ളവ എല്ലാം തന്നെ ഈ പ്രാദേശിക ഭരണകൂടങ്ങളെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെയോ ജില്ലാ ഭരണകൂടത്തെയോ ആണ് ജമ്മു കശ്മീരിൽ നിന്നുള്ള അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ നിലവിൽ അത്തരത്തിൽ കേരളത്തിന് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ തന്നെ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട അധികൃതർക്കുമാണ് ഈ വിവരങ്ങൾ കൈമാറാറുള്ളത്. നിലവിൽ അത്തരം വിവരം ലഭിച്ചിട്ടില്ല. എന്നാൽ ഇത്തരത്തിൽ മലയാളി ഈ ഭീകരാക്രമണത്തിന് ഇരയായിട്ടുണ്ട് എന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ജമ്മു കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വിനോദസഞ്ചാര കാലാവസ്ഥയാണ് നിലവിലിപ്പോൾ ഉള്ളത്. വേനലിലേക്ക് അടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ദൃശ്യങ്ങൾ ജമ്മു കശ്മീരിൽ കാണാൻ കഴിയുന്നത് ഈ ഒരു സമയത്താണ് എന്നതിനാൽ തന്നെ വിനോദസഞ്ചാരികൾ നിരവധി പേർ അവിടേക്ക് എത്തുന്നുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന പോലെ തന്നെ മലയാളികളും നിരവധി പേർ എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച, വിവരങ്ങൾ പങ്കുവെച്ചവരും ഇപ്പോഴും ജമ്മു കശ്മീരിൽ തന്നെ ആണ് ഉള്ളത്. പെഹൽഗാമിലേക്കുള്ള യാത്രക്കിടെയാണ് ഇത്തരത്തിൽ വിവരമറിഞ്ഞത്. അവർ ഇതിനു മുമ്പ്, ഈ ആക്രമണത്തിന് തൊട്ടു മുൻപ് അവിടെ നിന്നും മടങ്ങിയവർ ഉൾപ്പെടെയുണ്ട്. ഇത്തരത്തിൽ നിരവധി മലയാളികൾ ജമ്മു കശ്മീരിലുണ്ട്. ഇതുവരെയും എന്നാൽ മലയാളി ഈ ആക്രമണത്തിൽ മരിച്ചതായുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനപ്പുറത്തേക്ക് യാതൊരു സ്ഥിരീകരണവും ആ വിഷയത്തിൽ ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഉന്മേഷ്, ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വിവരങ്ങളിലൊന്നാണ് ഈ ഭീകരാക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടിരിക്കുന്നു. എറണാകുളം സ്വദേശിയാണ്. കുടുംബത്തോടൊപ്പം വിനോദ സഞ്ചാരത്തിനായി കശ്മീരിൽ എത്തിയതാണ്. 65 വയസ്സുള്ള ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര് വിവരം കൂടി പുറത്ത് വരുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ ഒരു സ്ഥിരീകരണം ലഭിക്കും. വിനോദസഞ്ചാരത്തിനായി കുടുംബത്തിനൊപ്പം എത്തിയതാണ് എന്നുള്ളത് ഇപ്പോൾ അറിയാൻ കഴിയുന്നു. അല്പസമയത്തിനകം നമ്മൾ അതിൻ്റെ വിശദാംശങ്ങൾ അതിൽ പൂർണ്ണമായി വ്യക്തത വരുത്തുകയും ചെയ്യും. എസ് വിജയകുമാർ തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ. വിജയകുമാർ, ഇപ്പോൾ പുറത്തു വരുന്നത് വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. വിനോദസഞ്ചാരത്തിനായി എത്തിയ ഒരു മലയാളി കൂടി ഈ ഭീകരാക്രമണത്തിന് ഇരയാകുന്നു എന്ന് പറയുമ്പോൾ അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ വലിയ വേദന ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ പ്രാദേശിക മാധ്യമങ്ങളോ മറ്റേതെങ്കിലും മാധ്യമങ്ങളോ ഇപ്പോൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ടോ വിജയകുമാർ? ഉന്മേഷ്, ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മുഴുവൻ പേരുടെയും പേരുവിവരങ്ങൾ അല്പസമയത്തിനകം അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ ലഭ്യമാക്കുമെന്നാണ് നമ്മൾ ഈ ജമ്മു കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അന്വേഷിക്കുമ്പോൾ അവിടെ അവർ നൽകുന്ന വിവരം. അതായത് ഈ വിവിധ ആശുപത്രികൾ, ഇപ്പോൾ പഹൽഗാമിൽ ഒരു ആശുപത്രിയിൽ കുറേ ആളുകളെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഗുരുതരമായി പരിക്കേറ്റവരും അതുപോലെ തന്നെ മരണമടഞ്ഞവരുമൊക്കെയുണ്ട്. അനന്തനാഗ് ജില്ലയിലാണ് ഈ ആക്രമണമുണ്ടായ ഈ സ്ഥലം. അനന്തനാഗിലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, അവിടെ അനന്തനാഗിൽ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി ഉണ്ട്. അവിടെയും കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ 2-3 ആശുപത്രികളിലായി, ചെറുതും വലുതുമായ 2-3 ആശുപത്രികളിലായി പരിക്കേറ്റവരും അതുപോലെ തന്നെ അവിടെ മരിച്ചവരുമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വിവിധ ആശുപത്രികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ എന്നാണ് അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഈ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ പേര് വിവരം, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ എന്നതടക്കം വരാനിരിക്കുന്നതേ ഉള്ളൂ.